എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പാവയ്ക്ക തോരൻ ഉണ്ടാക്കാമേ. എൻ്റെ പാവയ്ക്ക ചെടിയിൽ നിന്നും പറിച്ചെടുത്ത പാവയ്ക്ക കൊണ്ട് നമുക്ക് പാവയ്ക്ക തോരൻ ഉണ്ടാക്കാം. 2 പാവയ്ക്ക മുറിക്കാൻ പാകമായിട്ട് നിൽക്കുന്നു. അത് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. പാവയ്ക്ക തോരന് ഉണ്ടാക്കുന്നതിനായിട്ട് 3-4 പച്ചമുളകും കൂടെ പറിച്ചുകൊണ്ട് വന്നു. ഇനി നമുക്ക് പാവയ്ക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് പാവയ്ക്ക തോരൻ വെക്കാമേ. പാവയ്ക്ക തോരൻ വെക്കുന്നതിനായിട്ട് 2 പാവയ്ക്ക ചെറുതായിട്ട് കൊത്തിയരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞു ചെറുതായിട്ട്, തേങ്ങയുണ്ട്, ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മതി. ഇനി വെളിച്ചെണ്ണ വേണം, കടുക് വേണം, ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പാവയ്ക്ക തോരൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായിട്ട് കിട്ടും. ഞാനൊരു പാന് ചൂടാവാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പാവയ്ക്കാത്തോരൻ്റെ മുളക് പൊടിയോ മഞ്ഞൾ പൊടിയോ ഒന്നും ചേർക്കാറില്ല. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ ടേസ്റ്റിയാണ്. വേറൊരു കൂട്ടാനും നമുക്ക് വേണമെന്ന് തോന്നത്തില്ല. ചോറിനകത്ത് ഈ പാവയ്ക്കാത്തോരൻ ഇട്ടിളക്കി നമുക്ക് കഴിക്കാൻ പറ്റും. ഉപ്പൊക്കെ ചേർത്തു നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇനി നമുക്ക് അടുപ്പത്തോട്ട് കടുക് വറുത്തിടാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായ ഉടനെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് സ്വല്പം കറിവേപ്പിലയും കൂടെ വേണമായിരുന്നു. അത് ഞാൻ ആദ്യം പറയാനായിട്ട് വിട്ടുപോയി. അത് നമുക്ക് ഈ പാവയ്ക്കകത്തോട്ടിട്ട് ഇളക്കി ചേർക്കാം. 2 കതിര് കറിവേപ്പില എടുത്തു, അത് മിക്സ് ചെയ്തു. ഇനി കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് ഈ പാവയ്ക്കായ ഇതിലോട്ടിട്ട് കൊടുക്കാം. ഈ പാവയ്ക്ക നന്നായിട്ട് നമുക്ക് ഇളക്കാം. എണ്ണയും കടുവും എല്ലാം ഇത് നന്നായിട്ട് പിടിക്കുന്നത് പോലൊക്കെ ഇളക്കി കൊടുത്തു. ഇനി ഇത് നമുക്കിത് ഇങ്ങനെ ഒന്ന് അമർത്തി വെക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ പാവയ്ക്കായുടെയും ഉള്ളിയുടെയും ആ വെള്ളത്തിൽ തന്നെ പാവയ്ക്ക തോരൻ വെന്ത് കിട്ടും. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിവശം ഒന്ന് കരിയും. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമുക്ക് തുറന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് പാവയ്ക്കത്തോരൻ ഒന്ന് ഇളക്കി വീണ്ടും 1-2 മിനിറ്റ് നേരം കൂടെ അടച്ചു വെക്കാം. ഇനി ഇത് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞു. നമുക്കിനി ഈ പാവയ്ക്കത്തോരൻ നിന്ന് ഒന്നുകൂടെ ഇളക്കിയിട്ട് വെന്തോ ഒന്ന് നോക്കാം, ഉപ്പുണ്ടോ എന്ന് നോക്കാം. കണ്ടിട്ട് വെന്തു പാവയ്ക്കായ. ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യും. ഉപ്പ് നോക്കട്ടെ. ആവശ്യത്തിന് ഉപ്പുണ്ട്. നന്നായിട്ട് വെന്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. മായം ചേർക്കാത്ത ചാണകം മാത്രം ഇട്ട് വളർത്തിയ പാവലിൻ്റെ ചെടിയിൽ നിന്നും ഉണ്ടായ പാവയ്ക്ക ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ പാവയ്ക്ക തോരൻ തയ്യാറായി. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് കടയിൽ നിന്നാണെങ്കിലും വാങ്ങിച്ച് ഈ പാവയ്ക്ക തോരൻ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ ഇതിനകത്ത് മഞ്ഞളോ മുളക് പൊടിയോ ഒന്നും ചേർക്കാറില്ല. ഇങ്ങനെ മാത്രമാണ് തയ്യാറാക്കുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.